ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലെ ചുമരിലും ബൾബിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു ജീവിയാണ് പല്ലി. എല്ലാവർക്കും പല്ലി ഒരു ശല്യമാണ്. അതിൻ്റെ കാരണം കൂടുതലായിട്ടും എന്താണെന്ന് വെച്ചാൽ പല്ലീനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരുതരം അറപ്പും പേടിയൊക്കെയാണ്. അങ്ങനെ പല്ലീനെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കേട്ടോ. എന്തായാലും യൂസ്ഫുൾ ആവും. പല്ലീനെ എന്നേക്കുമായി വീട്ടിലെ ചുവരിൽ നിന്ന് ഓടിക്കാനുള്ള 3 ടിപ്സാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോണത്. ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. വീട്ടിൽ പല്ലിശല്യം ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കുക്കിംഗ് സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തൊലി എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു 3-4 ഉള്ളിയുടെ തൊലിയൊക്കെ ആയി കഴിയുമ്പം നമുക്ക് പൂർണ്ണമായിട്ടും പല്ലീനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി സവോള നമ്മൾ ചെറിയ കഷ്ണമാക്കി മുറിച്ചിട്ട് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. വെള്ളം ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാനിപ്പോൾ ഒരു സവോള മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇനി വിനാഗിരിയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് മുഴുവൻ നീരും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്കൊരു ബോട്ടിലാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കാം. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്പ്രേ ബോട്ടിൽ ഇല്ലെന്ന് കരുതി ഈ സൊല്യൂഷൻ ഉണ്ടാക്കാതെ നിൽക്കും വേണ്ട. ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം കുടിക്കുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് മൂടിയുടെ മേലെ കുറച്ച് ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ കണ്ടോ ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് മൂടീൻ്റെ മേലെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് പല്ലി വരുന്ന ഭാഗത്തൊക്കെ നമുക്കിനി അടിച്ചു കൊടുക്കാം. ഫോട്ടോ ഫ്രെയിമിലും ലൈറ്റിൻ്റെ അടുത്തും സെൻറ്ററിൻ്റെ ബാക്കിലും കബോർഡിൻ്റെ അടുത്തും ക്ലോക്കിൻ്റെ അടിയിലൊക്കെ ആയിട്ട് 1, 2, 3 നേരമൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് പല്ലി അതിൻ്റെ പരിസരത്തേ വരില്ല കേട്ടോ. എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ, അടിപൊളിയാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ ടിപ്പ് ഒന്ന് വർക്കായെങ്കിൽ വന്ന് പറയാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് സവോളയുടെ തൊലി കൊണ്ടുള്ള ടിപ്പ് പരിചയപ്പെടാം. ഇത് ഞാൻ രാവിലെ എടുത്തു വെച്ച ഉള്ളിത്തോലാണ്. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഉള്ളിത്തോൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പൊ നന്നായിട്ട് ഉള്ളിയുടെ തോലിന്റെ നീരെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഉള്ളിത്തോലി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കൂടെ വേണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാനിവിടെ 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് തൊലി കളഞ്ഞതോ തൊലി കളയാത്തതോ എടുക്കാം കേട്ടോ. ഞാനിവിടെ 2ഉം എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞതും തൊലി കളയാത്തതും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു തരുമല്ല, അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതുകൊണ്ട് പറഞ്ഞു തരാണ്. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇടിച്ചെടുക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സീൻ്റെ ജാറിലോ ഇട്ട് ചതച്ചെടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയുടെ തോല് മുക്കി വെച്ച വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ തോലെടുത്ത് മാറ്റിയതിന് ശേഷം ആ വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച പേസ്റ്റ് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താ വെച്ചാൽ പച്ചമുളക് തന്നെയാണ്. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 100% സക്സസ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. പച്ചമുളകിൻ്റെ കുത്തൽ പല്ലീനെ ഈ പറഞ്ഞ ചുമരിലേക്ക് അടുപ്പിക്കാനില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം അരിച്ചെടുക്കാൻ കേട്ടോ. എന്നാലാണ് ഫുള്ള് നീര് നമുക്ക് കിട്ടുള്ളൂ. നന്നായിട്ട് പ്രസ് ചെയ്ത് അരിച്ചാലാണ് നമുക്ക് ഫുള്ള് നീരും കിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് 2 ടീസ്പൂണോളം സൊല്യൂഷൻ എടുത്തിട്ട് ഇതുപോലെ ഒരു ഐസ്ക്രീം ബൗളിലേക്ക് ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ടിഷ്യൂ എടുക്കുക. ഒരു 3-4 ടിഷ്യൂ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ചുരുട്ടിയിട്ട് കുറച്ച് കട്ടിയാവുമല്ലോ, അത് എന്ത് ചെയ്യണം, അത് ഇതുപോലെ മുറിച്ചതിന് ശേഷം ഉണ്ടയാക്കിയിട്ട് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ ടിഷ്യൂ കുതിരാനാണ് കേട്ടോ. നിങ്ങളടുത്ത് പഞ്ഞി ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ടിഷ്യൂ ആണ് എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലേക്കോ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പല്ലീനെ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ
സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല ഇവിടെ സ്പ്രേ ചെയ്യണം അവിടെ സ്പ്രേ ചെയ്യണമെന്ന്. കാരണം നിങ്ങൾക്കാണ് അറിയാം നിങ്ങളുടെ വീട്ടിലെ പല്ലികൾ വരുന്ന ഏരിയ എവിടെയാണെന്ന്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാം. എനിക്ക് ഏറ്റവും അധികം പല്ലികൾ വരുന്നത് എൻ്റെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ബാക്കിലും പിന്നെ ലൈറ്റിൻ്റെ സൈഡിലുമാണ്, പിന്നെ സോഫേൻ്റെ അടിയിലുമാണ്. അപ്പോൾ ഞാൻ അവിടേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളം കളഞ്ഞിട്ട്, ഓവർ വെള്ളം കളയരുത്, ഈ ലൈറ്റിൻ്റെയും കബോർഡിൻ്റെയൊക്കെ മേലെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ അതിൻ്റെ സ്മെല്ല് കാരണം പല്ലി ആ ഭാഗത്തേക്കേ വരില്ല കേട്ടോ. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. കണ്ടോ, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ പല്ലി ആ ഭാഗത്തേക്കേ വരില്ല. ഇത് ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് ഇത് സക്സസ് ആവോ ഇല്ലയോ എന്ന് എന്തായാലും പറയാൻ കഴിയില്ല. അപ്പോൾ 100% സക്സസ് ആവുന്ന ഒരു ടിപ്പാണിത്. ഒരിക്കലും പിന്നെ പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.